ഇവിടെ നിന്നാണ് ആ പെൺകുട്ടിയെ കാണേണ്ടത്? ഇവന്റെ മോളാ. മനസ്സിലായില്ലല്ലോ. കണ്ണമ്പുറത്തെ അബ്ദുള്ള സാഹിബാണ്. അല്ല, അബ്ദുള്ള സാഹിബ് ഇപ്പൊ എന്തിനാ എങ്ങോട്ട് ഇറങ്ങിയാവോ? എന്റെ അച്ഛന്റെ തറവാട്ടിൽ നിന്നും അബ്ദുള്ള സാഹിബിന്റെ വീട്ടിൽ നിന്നും ഇവരുടെയൊക്കെ വീടുകളിൽ നിന്നും കുറെ കാലങ്ങളായ പെൺകുട്ടികളെ ഒരേപോലത്തെ ആൾക്കാർ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നു. ഏകദേശം ഒരേപോലെ തന്നെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അന്വേഷിച്ചറിയാമെന്ന് വെച്ച് വന്നതാണ്. ഇത് രഹസ്യവേഷ്യം. ഇവിടത്തെ തന്നെ ഏതോ ചെറുക്കനുമായിട്ട് ഒളിച്ചോടിപ്പോയെന്ന് ഉറപ്പാണ്. അല്ലോ, ഒളിച്ചോടിലായിരിക്കൂലത്. ഓരോ ഇബിലിറ്റിയായിരിക്കൂ. ഓനും ഓന്റെ ഉപ്പൂപ്പൻ ജിന്നിന്റെ ആൾക്കാരായിരുന്നു. അവരുടെ അവകാശിയായിരിക്കും ഈ ചെക്കൻ. ജിന്നോ? അബ്ദുള്ള സാഹിബേ, ഇവിടെ ബ്രിട്ടീഷ് ചക്രവർത്തിയാ ഭരിക്കുന്നത്. ഒരു ജിന്നിനും ഈ രാജ്യത്ത് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാല് ഏമാനെങ്കിൽ പോയാട്ടെ, നമ്മുടെ വിധത്തിൽ ചോദിച്ച് വിവരങ്ങൾ അറിയട്ടെ. ശരി ശരി, നടക്കട്ടെ. എടാ, അബ്ദുള്ള സാഹിബിന് എല്ലാം വിവരമായിട്ട് പറഞ്ഞു വെക്കണം. നിന്റെ ജാനയ്ക്ക് ഒരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടായിരുന്നെന്ന് കേട്ടല്ലോ. അയാൾ എങ്ങനെ താളാ? അയ്യോ സമ്പ്രാജ്, ഓൾക്ക് ഒരാളായിട്ടും ഒരു ബന്ധമുണ്ടായിരുന്നില്ല സമ്പ്രാക്കളെ. ഇല്ല സമ്പ്രാക്കളെ, ഒരു ദിവസം ഓള് ചെകുത്താനെ പോലെ നോക്കുന്ന ഒരാളെ കണ്ട് പേടിച്ച് ഓടി വന്നിരുന്നു. കണ്ട, അവനാണ് ജിന്നിന്റെ മോൻ. ഓനെ കണ്ടോറുണ്ടോ? ഇങ്ങോട്ട് വാടാ. ഈ ചെറുക്കൻ കണ്ടിട്ടുണ്ട് സമ്പ്രാജ്. എങ്ങനത്തെ ആളാണ് ആ ജിന്നിന്റെ മോനെന്ന് പറയും. നല്ല ചുവചുവാന്നാണ്, വലിയ കണ്ണ, എപ്പോഴും ചിരിക്കും. പിന്നെ 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 ആളാ എന്നാ പിന്നെ ഒരു ജിന്നിന്റെ ആൾ തന്നെ ആ പറയത്തപ്പാന്റെ മോനെ ആവുന്നു. അങ്ങനെ എനിക്ക് പഴം തന്നു, ഏട്ടത്തേക്ക് പൂവും കൊടുത്തു. ഓട് വെച്ച തലയില് വെച്ചാ കഴിഞ്ഞ് ദലാലോളെ ഇബിലീസാക്കിയാ കൊണ്ടുപോയത്. വരി, എല്ലാരും വരി, നമുക്ക് വടക്ക് കിഴക്കുമില്ല ഒന്ന് പറഞ്ഞു നോക്കാണ്ട്. ആ ഇബിലീസിന് നമ്മള് അപേക്ഷാക്കി തരാന്ന്. വരി. അത് ഡെവിലിന്റെ കേസാണ് സാർ. വാട്ട് ഡെവിൽ? യെസ് സാർ. വാട്ട് ഡെവിൽ യു മീൻ? നോ സാർ. നോൺസെൻസ്. കം ടു ദ സ്റ്റേഷൻ. യെസ് സാർ. നമ്മുടെ കോയക്ക വൈകിട്ടായ പിന്നെ കള്ളാസുമില്ല, വായനയില്ല. മോനെ സലാമേ, നമ്മളെ വിളിച്ചോ ബാബാ? നീ ആ പീടിയെ പോയി പത്രക്കള്ളാസ് വാങ്ങിട്ട് വാ. നമ്മൾ മേടിച്ചോണ്ട് വരാം. അയ്യേ, ദേ കണ്ടോ റോമി വരുന്ന വരവ്. റോമിയ തന്റെ ജൂലിയൻ. ഞാൻ പാടിയെന്നോ പാടെ.
My pretty little girl. Oh, excuse me, lady. Hello, yes, sir. എന്നെ ചെളി പറ്റി. അയ്യോ. സാരമില്ല, my little angry girl. വേണമെങ്കിൽ ഞാനത് അണക്കി തരാം. അതൊരു പുഞ്ചിരിയാണല്ലോ. എന്നാൽ എന്നോട് ദേഷ്യമില്ലെന്നാണ് അർത്ഥം. ഒന്ന് അങ്ങോട്ട്, സ്വല്പം അങ്ങോട്ട് മാറി നിന്നാൽ അങ്ങനെ ഒരു ഫോട്ടോ കാച്ചാം. റെഡി? അങ്ങോട്ട്. എന്താ ഇവിടെ ഫോട്ടോ എടുക്കാൻ നിരോധനമല്ലേ ഉണ്ടോ? ഉണ്ട്. ഇവിടെ എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. എഴുതിയൊന്നും വെക്കണ്ട, എന്റെ കാര്യമല്ലേ, ഞാൻ തീരുമാനിച്ചോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മൈ ഡിയർ പ്രെറ്റി ലിറ്റിൽ ഗേൾ, ഞാനൊരു കലാകാരനാണ്. സൗന്ദര്യം എവിടെയായാലും അത് പകർത്താതിരിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. ഡാർലിംഗ്, പ്ലീസ്. എന്നെ ഡാർലിംഗ് ഒന്നും വിളിക്കണ്ട. പിന്നെ എങ്ങനെയാ വിളിക്കേണ്ടത്? എന്റെ പേര് എൽസീന. വെരി ഗുഡ്. പേര് പറഞ്ഞല്ലോ, സന്തോഷമായി. വണ്ടർഫുൾ നെയിം, എൽസി. എൽസിയുടെ ഈ ദാസനെ എല്ലാവരും വിളിക്കുന്നത് ഫ്രാൻസിസ് എന്നാണ്. എൽസി മാത്രം എന്നെ ഫ്രാങ്കി ഫ്രാങ്കി എന്ന് വിളിക്കാം. ആ, നിങ്ങളുടെ സൗന്ദര്യമല്ല ഞാൻ ഈ ക്യാമറയിൽ പകരും. നിങ്ങളെന്തിനാ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത്? അല്ല, ഇതല്ല. അല്ലല്ലേ, അയ്യോ, അതൊന്നും ചെയ്യല്ലേ. അതെന്റെ ജീവനാണ്, എന്റെ പ്രാണനാണ്. വെറുതെ കണ്ടില്ല അയാളുടെ ഒരു അധിക പ്രസംഗം. ഗുഡ് ഈവനിങ് ലേഡി. ഇതെന്തൊരു ശല്യായി. ഞാനോ ഒരു ട്രൂ ഫ്രണ്ടിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മാഡം. I'll stay yours forever. Sincerely, affectionately yours, Frankie. Frankie. ശരിക്കില്ല അല്ലേ? ഓ, പരീക്ഷയ്ക്ക് വായിക്കായിരിക്കും. വായിക്കും. See you. Good evening. Please, ഇരിക്കൂ. Sit down. അന്നെടുത്ത ഫോട്ടോകളെല്ലാം കാണണ്ടേ? എവിടെയത്? ഇത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതെവിടെ? അത്രയല്ലേ ഞാൻ എടുത്തോളൂ. അല്ല, അതല്ല, ഞാനൊന്ന് അറിയാതെ ടിക്കറ്റ് പോയില്ലേ ഒരു ഫോട്ടോ. അത് ഞാൻ കൊണ്ടുവന്നില്ല. അത് ശരി. അപ്പൊ അത്രയേ ഉള്ളൂ അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പോകുന്നു. എൽസയും ഫ്രാങ്കിയും തമ്മിലുള്ള ബന്ധം വെറും ഒരു ഫോട്ടോയിലാണ്. മതി. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനെടുത്ത ഫോട്ടോ ഇപ്പൊ തരുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പൊ നമ്മുടെ ബന്ധം അവസാനിപ്പിക്കും. നമ്മുടെ ബന്ധം അവസാനിപ്പിക്കേ? അതാർക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല. മരണത്തിന് പോലും നമ്മുടെ ബന്ധം അനശ്വരമാണ്. ഞാനെടുത്തൊരു ഫോട്ടോ തരാൻ കഴിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനുമായി എനിക്ക് ഫ്രണ്ട്ഷിപ്പേ വേണ്ട. ഓക്കെ, ഐ എം സോറി. Okay, Tata. Hey, what's up? അമ്മച്ചി, മോളെ, എനിക്ക് പെരുത്ത് പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ വരണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ മോളെ, വായിക്കുന്നത് ഇവിടെ ഇരുന്നാകാമല്ലോ. പുസ്തകമെല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? അമ്മച്ചി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സംശയമുള്ളത് അമ്മച്ചി പറഞ്ഞു തരണം. മോള് കോളേജിലല്ലേ, ഞാൻ മെട്രിക്കുലേഷൻ അല്ലേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞു തരാനാ? എന്നാലും അമ്മച്ചിക്ക് എല്ലാം അറിയാം. ആട്ടെ, നീ ഇതെല്ലാം അകത്ത് കൊണ്ട് വെച്ചിട്ട് കുളിക്ക്. നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്റെ മോൾ എന്തുമാത്രം ചടച്ചു. എൽസി